ഇതാണ്. അതിൻ്റെ ഉള്ളിട്ട് കുത്തണ്ടാവല ഉണ്ടെങ്കിൽ പുറത്തേക്ക് ചാടും. അവര് പറയാ ഞങ്ങളിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കണ പോലില്ല എന്ന്, നനയ്ക്കണില്ല. പരമാവധി അവർ നശിപ്പിച്ചു. ഇതൊക്കെ നോക്കിയേ ഇത് ശരിക്കും ഗർഭപാത്രത്തില് ഒരു കുഞ്ഞു കിടക്കണ പോലെ. എന്തിനാ പൊട്ടിച്ചപ്പോ? എനിക്ക് വെറുതെ ഞാൻ രാവുണ്ടാവും. പച്ചക്കറികൾക്കൊക്കെ ഒരു മഴയുടെ ഫീല് കിട്ടിട്ടാ. ഓ മണിത്തക്കാളി കുറെ പൊട്ടിച്ചു സരിത. ഞങ്ങൾ മറ്റുള്ളവരുടെ മേൽ പഴിച്ചാരി രക്ഷപ്പെട്ടു. അതെ. കൈ നിറയെ പെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. നമ്മുടെ കല്യാണത്തിൻ്റെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. 3-4 ദിവസമായിട്ട് നമ്മുടെ അടുക്കളത്തോട്ടം അനാഥമാണ്. അവർ പറയാ ഞങ്ങളിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കണ പോലില്ല എന്ന്, നനയ്ക്കണില്ല, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം തരുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ദിവസത്തിന് ശേഷം അങ്ങോട്ട് പോവാണ്. അതിനു മുമ്പ് ഇവിടെ വേറൊരു ആളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പൊത്ത് കാണുന്നുണ്ടോ? ഈ പൊത്തിൻ്റെ ഉള്ളിൽ മിനിഞ്ഞാന്ന് ഇതൊരു അടാ ഈ പൊത്തിൻ്റെ ഉള്ളിൽ ഈ പൊത്ത് ഞങ്ങളവിടെ ഇല്ലയെന്ന് ചോദിച്ചാൽ കേട്ടാ ഒരു മൂർഖൻ്റെ ഉറയാണ് കിടക്കുന്നത് കേട്ടാ. ടടൻ ടടേ മുറിഞ്ഞു. സരിത ഇതാണ് തല കണ്ടാ? അതല്ല തല, അവിടെ അറ്റത്തെ തല. നല്ല മൂത്ത് മരടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ തന്നെയാണ് കിട്ടാറ് എപ്പോഴും പാമ്പിന്റെ ഉറ. പൊത്തുകളൊക്കെ അടയ്ക്കേണ്ട കാര്യം പറഞ്ഞ ചേട്ടൻ ചെവിയേക്കാത്ത അടച്ച പോലെയാ. അത് അടയ്ക്കേണ്ട കാര്യം പറയുമ്പോ ഞങ്ങളോട് പറയും എപ്പോഴും, എന്നോട് ജഗ്ഗുനോട് പറയാം, ആ പൊത്തുള്ള ഭാഗത്ത് ഒന്നും പോരുത്, അവിടേക്ക് പോരുത്, ഇവിടേക്ക് പോരുത്. ഇല്ല, അവിടത്തെ മാത്രം അടച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഇതൊക്കെ അടയ്ക്കാൻ പറഞ്ഞതാ. അടിയിലത്തെ ചതമ്പലുകളുണ്ടാ, വയറിന്റെ അവിടുത്തെ ചതമ്പലുകൾ നോക്കിയേ. ഇതിനെ ഇവിടെ നോട്ടിട്ടുള്ളത് അതിന്റെ ഉള്ളിയെ പെട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നോട്ടിട്ട് ഇത്രയ്ക്ക് ഉണ്ടാവും. എങ്ങനെയാലും അല്ലേ വാല് ഇപ്പൊ ഇത്രയ്ക്ക് നീളുണ്ടാവും, അത് ഉള്ളിയെ പെട്ടു. ഇതാണ് തല. ശ്രീനിവാസനും മറ്റേ പട്ടണ പ്രവേശത്തിൽ പറഞ്ഞില്ലേ ഇത് കാൽ, മറ്റേ ശവം ഇങ്ങനെ കിടക്കില്ലേ, അപ്പോൾ ഇത് കഴുത്ത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ വന്ന് പെട്ടു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സിമെന്റ് വാങ്ങിച്ചിട്ട് സിമെന്റ് ഉണ്ടല്ലോ ഇവിടെ, സിമെന്റ് അന്ന് വാങ്ങിച്ചാൽ ബാക്കി അവിടെ നിന്നുള്ള കംപ്ലീറ്റ് അടച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഇത് പൊത്താണെന്ന് വിചാരിച്ചില്ല, ഇത് വെറുതെ ഇങ്ങനെ കുഞ്ഞൊരു സാധനം. അതന്നെ ചേട്ടനൊന്നും അറിയില്ല, അത് പൊത്താണെന്ന് വിചാരിച്ചില്ല, വലിയ പൊത്താണെന്ന്. ഇനി ഇവിടെ ചെതൽ പുറ്റുകൾ ഇവിടെ നിറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി, ചെതൽ ഉപേക്ഷിച്ചു. പക്ഷെ ആ പൊത്തുണ്ട്. ചെതൽ ഉപേക്ഷിച്ചു പോയ ചെതൽപുറ്റിലാണ് ശരിക്കും പാമ്പുകൾ താമസിക്കാന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ മൂർഖൻ പാമ്പുകൾ അങ്ങനത്തെ ഉണ്ട്. അതടയ്ക്കാൻ പറഞ്ഞിട്ടും ഇനിയിപ്പോൾ അവിടെ നിന്ന് വരാം, അവിടെ വല്ല പാമ്പ്. ചേട്ടൻ കണ്ടതാട്ടാ എനിക്ക് ഒരു ദിവസം പാമ്പ് പോണത്. അത് ഈ പാമ്പനെയാവും. ഇതാണ് ഇതാണ് അതിൻ്റെ ഉള്ളിട്ട് കുത്തണ്ടാവല ഉണ്ടെങ്കിൽ പുറത്തേക്ക് ചാടും. അല്ല വടി ഇവിടെ പിടിച്ച് നിൽക്കണം. അതെ, ഇവിടെ ഇതിലേക്ക് എന്തോരം മണ്ണിട്ടിട്ടും തൂരിനില്ല, അടയണില്ല. വാ, അതിന് മണ്ണിട്ട ചേട്ടൻ. ഞാൻ മണ്ണ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടെങ്കിൽ മണ്ണിട്ട് കൊടുക്കുക. ഇത് ഇവിടെ ഉണ്ടായിരുന്നു, ഈ വശത്തുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ചരല് നിറച്ചു നിറച്ചു ചരല് കൊണ്ടുവന്നിട്ടിട്ട്. വീട്ടിലാകുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും, എന്തെല്ലാം പണിയിലെടുക്കണം. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ പൊട്ടിക്കാനുണ്ട്, കുറേ സാധനങ്ങൾ. ഞാൻ മോട്ടർ വിടട്ടെ ആദ്യം പൊട്ടിച്ചിട്ടാവാം. കുറേ ദിവസം ചേട്ടൻ നമ്മൾ കിടക്കണത് നമ്മുടെ ഉള്ളിയും കിള്ളിയൊക്കെ എന്തായാവോ. പിന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഭയങ്കരമായൊരു സന്തോഷ വാർത്ത. നമ്മുടെ മനോഹരമായ ബ്രൊക്കോളി ഇതിൻ്റെ ഇടകൂടെ നടക്കുമ്പോൾ കണ്ട നോക്കിയേ, സരിത കണ്ടത് നോക്കിയേ, ബ്രൊക്കോളി നോക്കിയേ കണ്ട നമ്മുടെ ബ്രൊക്കോളി നല്ല ആരോഗ്യവാന്മാരായ ബ്രൊക്കോളികളാണ് കേട്ടോ. അപ്പോൾ ബ്രൊക്കോളിയുടെ ചോളം ചേട്ടൻ കെട്ടിണ്ടായിരുന്നു കുറച്ചെണ്ണം, അതൊഴിച്ച് ബാക്കി എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നോക്കിയാ അത് ഇങ്ങനെയൊക്കെയാ നശിപ്പിച്ചു വിട്ടു കൊടുത്തല്ലേ അവർക്ക് പരമാവധി അവർ നശിപ്പിച്ചു. ഇതൊക്കെ നോക്കിയേ കേട്ടാ, അവർക്ക് വിട്ടു കൊടുത്തല്ല നാറകണ്ണന്മാർ. ഇവർക്ക് എല്ലാം ചിലതൊക്കെ രക്ഷപ്പെട്ടു, അല്ല കെട്ടിയത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് തന്നെ കേട്ടോ. പക്ഷേ എല്ലാവരും പറയണത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത്. കാരണം ഇവിടെ ഇഷ്ടം പോലത്തെ സാധനങ്ങൾ തിന്നാണ്ടല്ലോ. നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന സാധനം നമുക്കും തിന്നണ്ട കുറച്ച്. അപ്പോൾ എങ്ങനെയാ പറയാ, എന്തായാലും അവിടെ. അപ്പോൾ എവിടെ നിന്നോട്ട് പൊട്ടിക്കുന്നത് ആദ്യം? എന്തിട്ടാ പൊട്ടിക്കാണ്ട്? കുറേ സാധനം പൊട്ടിക്കാണ്ട്
പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞില്ലേ നമ്മുടെ മണിത്തക്കാളികളുണ്ട്, മണിത്തക്കാളികൾ ആ അതെന്താണെന്ന് അറിയില്ല, ഒക്കെ കരിഞ്ഞു വരാ. നോക്കിയിട്ടൊന്നേ കണ, ഈ മണിത്തക്കാളികൾ തന്നെ കരിഞ്ഞു വരാ. ഇപ്പം ഈ 4-5 കരിഞ്ഞിട്ടില്ലേ, ചാണം കൂടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം കരിഞ്ഞു പോകണ്ടേ. ഇതങ്ങനെയല്ല, മെല്ലെ 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 ഓരോന്ന് കരിഞ്ഞു വരാം. എന്തിട്ട് പൊട്ടിക്കണ്ടേ? വേണ്ട വേണ്ട വേണ്ട, അയ്യോ വേണ്ട, മൂപ്പായിട്ടില്ല. കുഞ്ഞ് വെണ്ടകൾ കാണുമ്പോൾ ഒരു ആരോഗ്യം ഉണ്ടാവില്ല കേട്ടാ, പക്ഷേ വെണ്ടയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതൊന്നും പൊട്ടിക്കണ്ടേ? അതായിട്ടില്ലേ ചള്ള, തനിച്ചള്ള. ഈ വേണ്ട അവിടെയാണ്. ഇനി നമ്മുടെ ഇതിൽ ഈ സാധനം ഉണ്ടായി കേട്ടാ. അയ്യോ ഇതിനെന്ന് പറയാൻ സാധ്യത പീച്ചിൽ. ഇത് പൊട്ടീനാ? ഇത് പൊട്ടിയാറായ ചെറിയ പൊട്ടിയാറായിട്ടില്ലല്ലോ. ഇത് നോക്കിയാൽ 1 2 ആള് ശോഷിച്ച് ഒരു ചാവാരി പോലത്തെ സാധനമാണ്. പക്ഷേ അടിയിലൊക്കെ ഉണ്ട്, നിറച്ചുണ്ടായിട്ടുണ്ട് ഇതുമേ പീച്ചിൽ. കണ്ട ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കമ്പലി പീച്ചിലുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സാധനം ഉണ്ടായി കണ്ട, ഇത് നമ്മുടെ നിത്യവഴുതനയാണ്. പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങനെ നിറച്ച് ഇതുണ്ടായിട്ട് നിൽക്കണം. ഉള്ളി കടക്കുണ്ടായിട്ടില്ല. പിന്നെ കോളിഫ്ലവറൊക്കെ വണ്ടനായിട്ടുണ്ട്. അല്ല പൂവിട്ടിട്ടില്ല, പൂവിട്ടിട്ടില്ല. ഞാനിങ്ങോട്ട് പോകാൻ സരിതാ, വേണ്ട കൈ അവിടെ നിന്ന് പൊട്ടിക്കാം. ഇവിടെ വഴുതനങ്ങ ഉണ്ടാവും. ഈ നോക്കിയേ, ഇത് ശരിക്കും ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് കയറുന്ന പോലെ ശരിക്കും ഇല്ലേ? പറഞ്ഞോളൂ. നോക്കിയേ, കാണില്ലേ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് വളർന്നു വലുതാണ് പോലെ എല്ലാ കിടപ്പല്ലേ, വഴുതനങ്ങയാണ്. എനിക്കങ്ങനെ തോന്നി, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. അതിൻ്റെ കുറ്റം ഇതും വാടണുണ്ടല്ലേ, വഴുതനങ്ങയുടെയും കൂമ്പും ഇതൊക്കെ വാടണു. അത് ചാണൊക്കെ കുറെ ഇട്ട് കൊടുത്തിട്ട് നന കിട്ടാണ്ടാണോ? നന കിട്ടാണ്ടില്ല, എല്ലാതും വാടി 2 ദിവസം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ കാറ്റും കൂടി ആയ കാരണം ഭയങ്കര വരണ്ട കാലാവസ്ഥയാ. ഇത് കേടായി, കേടുണ്ട്. എല്ലാം കേടാ. എന്ത് ചൂർലണു ആവോ. ചെടി നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ചെടി നല്ല ആരോഗ്യത്തിലാണ്. ഇവിടെ ഉണ്ട് ചേട്ടാ, ഒക്കെ ഒരു എല്ലാത്തിനും കുത്തു കിട്ടിയിട്ടുണ്ട്. അതും അതേ ഒരെണ്ണം വലുതുണ്ട്, അതും കുത്തു കിട്ടി. കേടാ. നമുക്ക് അവിടേക്ക് വെണ്ടക്കായും ഇത് പൊട്ടിക്കാൻ പോവാം. നമ്മൾ കല്യാണമൊക്കെ അല്ല, അപ്പോൾ ആളുകളൊക്കെ അതായത് ഇവിടെ വെണ്ട ഇതൊക്കെ മൂത്തു. കല്യാണമായ കാരണം വെണ്ടയൊക്കെ അല്ല, വെണ്ട കാണാനില്ല. നമ്മുടെ കൃഷി സ്ഥലമൊക്കെ കാണാനായിട്ട് ആളുകളൊക്കെ വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും അപാരമായ പണികളൊക്കെ ചെയ്ത് പരമാവധി ഭംഗി കൂട്ടൊക്കെ ചെയ്തു. പക്ഷേ ആരും തന്നെ ഇവിടേക്ക് വന്നില്ല. അമ്പാ പുഴുക്കൾ വന്നു പടവലക്കുമേ. നോക്കിയാ നീരൂറ്റി കുടിക്കുന്ന പുഴുക്കൾ വന്നിട്ടുണ്ടാവണം കേട്ടാ. പുഴുണ്ടല്ലേ? നല്ലക്കാം കാണുമ്പോൾ തീ എടുത്ത് കളയണം. മറ്റേ ഇത് എടുത്തിട്ട് വരട്ടെ ഞാൻ, നീമിൻ്റെ. ഇത് നീമ ഓയിലിൽ അല്ല, നീമ എന്താ പറയാ, നീം ഓയിൽ. അതെവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. ഈ പുഴുക്കൾ വല്ലയിടത്തും ഉണ്ടെങ്കിൽ അങ്ങനെ കലക്കിക്കളയണം. പടവലങ്ങ അത് ഉണ്ടായി തുടങ്ങിയിട്ട് കേട്ടോ, അത് കുഞ്ഞിത് ഉണ്ടായിട്ടുണ്ട്. പടവലങ്ങ ഉണ്ടായി തുടങ്ങി പടവലങ്ങ. പിന്നെ ഇവിടെ തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, തക്കാളി ഇവിടെ നിറച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കി നിറച്ച് തക്കാളികൾ ഉണ്ടായിട്ടുണ്ട്, പഴുത്തിട്ടില്ല. പിന്നെ അവിടുത്തെ തക്കാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കാറായിട്ടുണ്ട്, വൈലറ്റ്. അത് പൊട്ടിക്കാം. ഇതിപ്പോൾ തക്കാളി ഇവിടുത്തെ ഇവിടെ തക്കാളികൾ പൊട്ടിക്കാനുണ്ട്. എന്നാ ശരി, തക്കാളി ഇത് അത്ര പഴുപ്പായിട്ടില്ല. പഴുത്തിട്ട് പൊടിച്ചാ പോരെ? അല്ല, ഇത് എന്തിനാ പൊട്ടിച്ചപ്പോ? ഇതെനിക്ക് വെറുതെ ഞാൻ പൊടിച്ച. അയ്യോ, അതിൽ ഒരെണ്ണ ആകെ പഴുത്തിട്ടുള്ളൂ. എന്നാൽ ഒരെണ്ണത്തിന് ഞാൻ പൊട്ടിക്കും. ഉണ്ട്, അത് മാത്രം പഴുത്തുണ്ടായിരുന്നുള്ളൂ. പഴുത്തിട്ട് പൊടിച്ചാ പോരെ? അബദ്ധം പറ്റി. ഇനി പൊട്ടിക്കാനുള്ളത് ഇവിടെ വഴുതനങ്ങ കുറേ ഉണ്ട് പൊട്ടിക്കാം. ഇതേ ഈ വഴുതനങ്ങ വേണ്ട.
ഈ വഴുതനങ്ങ മറ്റേ ഈ ഉത്തരേന്ത്യയിലത്തുള്ള ഒരു വണ്ടൻ വഴുതനങ്ങ ഉപയോഗിക്കുന്നു പറഞ്ഞത് കണ്ട. ഇതിൻ്റെ ഒരു ഇത്രയ്ക്ക് എന്ന് പറയും. ചെറിയേട്ടൻ പറഞ്ഞില്ലേ മറ്റേ ഇവിടേക്കൊക്കെ പോയി ഉത്തർപ്രദേശിലൊക്കെ പോയി കണ്ടതെന്ന് പറഞ്ഞത്. മോരടിച്ചു. ഇനി അത് നാശമായി തോന്നും. അതാ ശരി. പിന്നെ പപ്പകായ ഉണ്ടായി തുടങ്ങി. പപ്പകായ നീള ടൈപ്പാണ് തോന്നുന്നുണ്ട്. ഏതിന് കമ്പനിയാവുക അല്ല, കമ്പനിയില്ല, ഏതും ഇത് മോഡൽ ഇനി ഇവിടെ ഉണ്ട്. ഇത് ഒരു കൂട്ടുകൃഷി സംരംഭമായിട്ടുള്ളൊരു സംഗതി നട്ടോണത്. ഇതിൻ്റെ ഉള്ളിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇത് നോക്കിയാൽ വെണ്ട, വയലറ്റ് കാബേജ്, കോളിഫ്ലവർ. വലിയ ആരോഗ്യമൊന്നുമില്ല ചേട്ടാ. എന്നാലും കോളിഫ്ലവർ സാധാരണ കാബേജ്. അതെ, സാധാരണ കാബേജ്. പിന്നെയുള്ളത് ഈ വെണ്ടക്കായ പൊട്ടിക്കില്ലേ, അത് പൊട്ടിക്കാം. പിന്നെ ഈ സാധനമില്ലേ, ഇത് നമ്മുടെ ബീൻസ്, പിന്നെ മുള്ളൻചീര. അങ്ങനെ മൊത്തത്തിൽ ഒരു അവില്. കോളിഫ്ലവർ ഇവിടെ മാത്രം ഉണ്ടായിട്ടുള്ളൂ. ആ, മറ്റേ ഉണ്ടായിട്ടില്ലേ, ആ അത് ഭയങ്കര അത്ഭുതം. മറ്റേതിന്റെ എല്ലാ ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അല്ല, അത് ഉണ്ടാവാണെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാവും. ആ, വെണ്ടേ അന്നാന്ന് ഉണ്ടാവണത് വിളവെടുക്കണം. വെണ്ട പെട്ടെന്ന് മൂക്കും. ഈ മുറം കുറേ നാളായിട്ടാണ് മറ്റേ എല്ലാവരും പറയണത് മറ്റേ ഉലുവയും കടലാസ് അരച്ച് ചേർത്തിട്ട് സംരക്ഷിക്കാൻ. ഇതുവരെ നേരം കിട്ടിയില്ല. ഇത് രണ്ടും ഉണ്ടായില്ലേ, ഇതും രണ്ടും. ഇത് കോളിഫ്ലവർ ഉണ്ടായിക്കണ്ട. പക്ഷേ ഇതിൻ്റെ ഒരു 3 അടി വലിപ്പുണ്ട് അവിടെ ഉള്ളത്. പക്ഷെ അവർ ഉണ്ടായിട്ടില്ല. ഇവിടെ നട്ടേക്കണ മണിത്തക്കാളി നാശമായി പോയി. എല്ലാം നാശമായി പോയി. എന്താണ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവില്ലേ. കണ്ണ് പറ്റിയതാവോ മണിത്തക്കാളിക്ക് മാത്രം? അല്ല, കണ്ണ് പറ്റിയതിനെ പറ്റി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത്. അയ്യോ, ഈ ഉള്ളിയൊക്കെ എന്താ എങ്ങനെയേ, എല്ലാം ഒടിച്ചിട്ടുണ്ടല്ലോ. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ വേറെ സംഭവം ഉണ്ട്. നമ്മുടെ പാലക് ചീര നമ്മൾ 2 തടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പാലക് ചീര തടം നോക്കിയ സ്ഥലത്ത് നോക്കിയേ, നടാട്ടല്ലേ നോക്കിയേ, കുഞ്ഞീതുകളല്ലേ ഇടന്നെ, ഒക്കെ വലുതായി. നനച്ചു കൊടുക്കൽ കുറവാ, ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പാലക് ചീര ഈ തടം പാലച്ചീര. ഇത് ചീരയായിരുന്നു, കട്ടച്ചീര, കൂട്ടച്ചീര. അതിൻ്റെ ഇതൊന്നും അറിയില്ല എനിക്ക്. ഇനി നമ്മുടെ കോവക്കായ ഇവിടെ പൊട്ടിക്കാണ്ട് ഇട്ടത്, അത് നീ പൊട്ടിച്ചോ? കൈപ്പയ്ക്ക നിന്ന് ലാസ്റ്റ് പൊന്തി തുടങ്ങി മോളിക്ക്. കോവക്കായ കാണാൻ കോവക്കായ ഉണ്ടായിരുന്നില്ല. കോവയ്ക്ക് ഉണ്ടാവണല്ലോ, ദേവിടേക്ക് ഉണ്ടാവണുള്ളത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞിതുകൾ. ആ, ചെറുതുകളൊക്കെ നിറച്ച്. വലുത് ചേട്ട പൊട്ടിച്ചാ ഇല്ലല്ലേ? ഉണ്ടായിരുന്ന അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് എവിടെ പോയി? പിന്നെ പയറ്, ഇത് മീനുണ്ടായിരുന്ന പയറ്, മറ്റേ നമ്മുടെ ഈ ഇവിടെ നിന്നില്ലേ ഈ കുളപ്പള്ളിന്ന് കൊണ്ടുവന്ന പയറ്, അത് പയറാക്കാൻ നിർത്തണില്ല. ശരിക്കും പയറ് വലുതാവാനായിട്ട് നിർത്തില്ല. ആ തത്തമ്മകളാണ് ഇതിൻ്റെ എന്താ പറയുക, പൊട്ടിച്ചുകൊണ്ട് പോയി തിന്നണത്. അല്ല, പൊട്ടിച്ചല്ല, അവർ കൈയോടെ തന്നെ അങ്ങനെ കുറച്ച് എടുക്കും. പിന്നെ ഇവിടെ കുക്കുംബർ ഉണ്ടായിട്ട് കേട്ടാ, കുക്കുംബർ വലുതായില്ലോ. അത് പൊട്ടിക്കാന്ന് തോന്നുന്നു. കുക്കുംബർ ശരിക്ക് തുറന്ന് നിൽക്കണ നോക്കിയേ, ഈ കുക്കുംബർ നോക്കിയേ, ഒരു അടിയിൽ വരണം വലുത്. അടിയിൽ വലുതുണ്ട് കേട്ടോ ഒരെണ്ണം. അത് കുക്കുംബറല്ല, വെള്ളരിയായി വലിപ്പായി കണ്ട നോക്കിയേ, വാണ്ടനായി. കൂട്ടാൻ വയ്ക്കാല്ലേ? കൂട്ടാൻ വയ്ക്കാറില്ല ഇങ്ങനത്തെ സാധനം. ഇത് വെറുതെ തിന്നാ കണ്ട, നല്ല വലിപ്പമുള്ള കുക്കുംബറായി. ഇതേ വേറെ വണ്ടുണ്ട് ഇവിടെ. അത് കണ്ടില്ലേ? അയ്യോ, ചെറുേട്ടൻ കണ്ടെങ്കിൽ പൊടിച്ചോണ്ട് പോയാനെ. അല്ല, പൊടിച്ചോണ്ട് പോയില്ല, നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിച്ചോണ്ട് പോകും. പിന്നെ നീ പറഞ്ഞ ഉള്ളി കിടക്കണ കടുപ്പ് കണ്ടില്ലേ? എന്താ ഉള്ളിക്ക് പറ്റിയേ? വീണിതല്ലോ കിടക്കുന്നു ധോണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന് പറയില്ലേ. എല്ലാ ഉള്ളികളും നോക്കിയേ വീണ് കിടക്കാം. നനവില്ലാണ്ടാവോ നോക്കിയേ? നനവ് ഇല്ലാണ്ട് ഒടിഞ്ഞു പോയതാ. പ്രായം ഉണ്ടാവും, പറയ്ക്കാൻ വേണമെങ്കിൽ ഒരെണ്ണം. പറയ്ക്കാറായിട്ടൊന്നുമില്ല. പിന്നെ ബീൻസിലുണ്ടായിട്ടാ നോക്കിയേ സരിത്, നമ്മളവിടെ ബീൻസ് ഉണ്ടായിരിക്കുന്നു കണ്ട, ബീൻസിലുണ്ടായിരിക്കുന്നു കണ്ട. പൊട്ടിക്കാറായില്ല. അത് കുഞ്ഞിതുകളല്ലേ ബീൻസ്.
സുന്ദരി ചീരയുടെ സൗന്ദര്യമൊക്കെ പോയില്ലോ. അത് സുന്ദരി ചീരല്ലേ? അല്ലേ? സുന്ദരി ചീരനെ എങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു? സുന്ദരി ചീരനെ മാറ്റി, സുന്ദരി ചീര ഇല്ലാണ്ടായി, വേറെ വരണം. ആ പൊന്നാങ്കണ്ണി ചീര മുഴുവൻ മില്ലി ബഗ്ഗായി കണ്ടാ, വെള്ള കളറില്. ആ മില്ലി ബഗ് അല്ലേ? അയ്യോ നമ്മുടെ അസോള കോരാറായി. ആ സോള കോരാറായി. ഞാൻ 2-3 ദിവസമായിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കാറില്ല, ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കണം. പച്ചമുളക് കുറേ പഴുത്തു, അത് പൊട്ടിക്കണം. ഇതേ ഒരു പപ്പായ ഉണ്ടായിട്ട് കേട്ടാ. ഇതേതാ റെഡ് ലേഡിയാ? ഇത് റെഡ് ലേഡിയാ. വെള്ളം വിട്ടിട്ടുണ്ട്, നിറഞ്ഞു നൂണ് തടാം. അത് ഇപ്പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് നനയ്ക്കട്ടെ കേട്ടാ, ഒരു സ്വല്പം നേരം നനയ്ക്കട്ടെ. ഇവര് പ്രാവുണ്ടാവും. നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നു. കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് എന്തുട്ടൊക്കെയായിരുന്നു കാട്ടി കൂട്ടിയത്. ശരിയാ. അല്ല കല്യാണം ആകുമ്പോൾ നമുക്കിത് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. ഉള്ളിക്കൊക്കെ ഒരു ഒന്നരാടം നനയ്ക്കണേ, എന്നാലേ അവർ ഇപ്പം നല്ല വെയിലാണ്. ഈ സമയത്തെല്ലാം നടക്കാൻ വൈകുന്നേരം നേരത്തെ നനയ്ക്കണ്ട. നേരത്തെ മണിത്തക്കാളി പൊട്ടിക്കുക. മണിത്തക്കാളിയൊക്കെ ഉണങ്ങിപ്പോയി. ഉണങ്ങിയമലത്തെ ലാസ്റ്റത്തെ കണ്ട ചാണം കൂടിയിട്ട് തന്നെയാവുള്ളോ? ചാണം കൂടിയിട്ടാ? തോന്നിയ പോലെ ചാണം, ജൈവ വളം എന്തോരം വേണമെങ്കിൽ ഇടാന്ന് പറഞ്ഞിട്ട്. ഇനി ഈ തടത്തിലാകെ 2-3 കൂടെ ഉള്ളോ? ആ വേറൊരെണ്ണം വാടി. ഭയങ്കര അത്ഭുതമായില്ലേ? അല്ല അവിടെ വാടണില്ലേ? ആ നമ്മളവിടെ വെയില് കൂടിയിട്ടാവോ? അല്ലെങ്കിൽ അവിടെ വെയില് കുറവല്ലേ? വെയില് കൂടിയിട്ടാവോ? വെയിൽ കൂടിയിട്ടാവോ പറഞ്ഞ പോലെ? എന്തായാലും ഉള്ളത് പൊട്ടിച്ച് തിന്നാം. ചിലപ്പോൾ വെയിൽ കൂടിയിട്ടാവട്ടാ. പച്ചക്കറികൾക്കൊക്കെ ഒരു മഴയുടെ ഫീൽ കിട്ടട്ടെ. പപ്പായ, താറാവ്, ഇഞ്ചിയൊക്കെ തൈ വാങ്ങിച്ച. എന്തൊരു കഷ്ടം നോക്കി മണിത്തക്കാളി. വിട്ടു ഏതെടുത്ത ഏതെങ്കിലും ആവട്ടെ. പുതുമഴ പെയ്യുമ്പോഴത്തെ മണോ? ആ ശരിയാ. മണ്ണൊക്കെ അത്ര ഉണങ്ങി വരണ്ടൂല്ലേ? ഈ ബ്രൊക്കോളി സരിതാ, ബ്രൊക്കോളിയുടെ ഇത് തെയ്യന്നെ പണ്ട് പണ്ടല്ല സിനിമയുടെ ശ്രീനിവാസൻ മറ്റേ മൂന്നാറിലേക്ക് പോയ ഒരു ഇതൊക്കെ കണ്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അല്ലാന്ന് ഇപ്പൊ തൈകൾ ഇപ്പൊ മണ്ണുത്തിയിൽ കിട്ടുന്നു പോട്ട് കേട്ടേ. കാലം മാറിയ പോക്ക് കണ്ട. ഉള്ളിയുടെ കാലത്തെ പുല്ലുകളൊക്കെ വലിക്കുന്ന സരിതാ. ഇനി വീണ്ടും അടുക്കള തോട്ടത്തിലേക്ക് ഇറങ്ങാറായി കണ്ട. അതൊക്കെ വലുതായി. ഈ ഇല മതിയായിരുന്നു മറ്റേ വാഴയുടെ. വാഴ കീറും. ഓ മണിത്തക്കാളി കുറേ പൊട്ടിച്ചു സരിത. വാടിയതാണെങ്കിലും ഇനി അത് ഉണങ്ങി പോവും, അപ്പളത്തേക്കൊക്കെ പൊട്ടിച്ചെടുക്കാനാ. ചീരയെ കുറെ പൊട്ടിക്കാണ്ടെന്ന് മുറിക്കാണ്ടെന്ന്. ചോപ്പ് ചീര പൊട്ടിക്കാം. വീട്ടിലേക്ക് തന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതേ കല്യാണത്തിന് എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചിട്ട് കമൻസ് ഉണ്ട്. കല്യാണത്തിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ അമ്മ വീണു. നമ്മൾ കോഴികളെ കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ പിന്നിൽ കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ അവിടെ മണ്ണിൽ ഇങ്ങനെ നിരങ്ങിയിട്ട് വീണപ്പോൾ ഈ കൈ എവിടെയോ ഇങ്ങനെ അടിച്ചു കൊണ്ടു. എന്നിട്ട് ഈ കൈയിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴുവൻ പൊട്ടി, നീരും ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എല്ലിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഭയങ്കര വേദന. സ്ലിങ് ഇട്ടിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കാൻ പറഞ്ഞു ഡോക്ടർ. പക്ഷെ കൈയിൻ്റെ ഇവിടുത്തെ വേദന കൊണ്ട് തീരെ സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് കല്യാണത്തിന് തലേദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് മെട്രോയിൽ പോയിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലേ ഇത് നീരില്ലേ, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പഴുപ്പ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അത് കീറിയിട്ട് ആ പഴുപ്പൊക്കെ കളഞ്ഞ് കൈയൊക്കെ കെട്ടിപ്പൂട്ടി അങ്ങനെ ഇരിക്കുക അമ്മ. അതുകൊണ്ട് അമ്മ കല്യാണത്തിന് വരാഞ്ഞ്. പിന്നെ തുന്തുരുവിനാണെങ്കിൽ ഷോപ്പ് തുടങ്ങിയിട്ടില്ലേ, അതിൻ്റെ വീഡിയോ കാണിക്കാട്ടാ. അപ്പോൾ അവനും ചക്കരയ്ക്ക് വന്ന് ഷോപ്പുള്ള കാരണം അവർക്ക് രാവിലെ വരാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം റിസപ്ഷൻ്റെ സമയത്തേക്ക് അച്ഛനും തുന്തുരും ഉണ്ണിയും വന്നു. കടയിൽ ആ സമയത്ത് ചക്കരേനെ ഇരുത്തിയിട്ട് വന്നു. അതാണ് ചക്കരയും അമ്മയൊന്നും
കല്യാണത്തിന് കാണാൻ ചേട്ടാ. അതായത് നമ്മുടെ തെങ്ങിൻ്റെ കടയ്ക്ക് നട്ട മധുരക്കിഴങ്ങ് മറ്റേ ഞാൻ പറിച്ചു കളഞ്ഞത് പടർന്നു തുടങ്ങി ആകെ. ആകെ പടർന്നിട്ട് വേണമല്ലോ ഇനി പറിച്ചു കളയാൻ വീണ്ടും. പടർന്ന് കഴിഞ്ഞിട്ട് പറിച്ചു കളയൊന്നുമില്ല ഇനി. വെറുതെ ആളുകൾ ചെയ്യുന്നത്, വെറുതെ തന്നെ ഞാൻ ചീത്ത കേൾക്കണത്. ഒരു കാര്യമില്ലാണ്ട്. ഒരു കാര്യം ഇല്ലാണ്ടല്ലോ, കാര്യം ഉണ്ടായിട്ടല്ലേ. ആ ചീര വീട്ടിൽ ഞാൻ കൊണ്ടുപോകണ്ട? അമ്മോട് ചോദിച്ചു നോക്കാം വേണോന്ന്. ഇപ്പൊ വെറുതെ ഒന്ന് നന്നായി നനച്ചു കൊടുക്കണം. ഇനി വൈകുന്നേരം വന്നിട്ട് ഇത്തിരി കൂടി നന്നായിട്ട് നനയ്ക്കണം. ഇനിയുണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിലേ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇത്രയ്ക്കും കൂടി കിട്ടും. നമ്മുടെ കല്യാണ വീഡിയോൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോയി എന്നൊരു ആരോപണമുണ്ട് നമുക്ക് നേരെ. ഒരു മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിലും കണ്ടിരുന്നേനെന്നൊക്കെ പറഞ്ഞിട്ടേ അതിന് കല്യാണം ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നിതിൻ നമ്മളെ ചതിച്ചു. എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വന്നില്ല. ഷൂട്ട് ചെയ്യാൻ നീ വന്നില്ല കല്യാണത്തിനാ? റിസപ്ഷനല്ല വന്നേ, ഗുരുവായൂർക്ക് പോകാനും വന്നില്ല, പിറ്റേ ദിവസവും വന്നില്ല. അപ്പോൾ ചേട്ടനാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ ചേട്ടൻ ഇത് വീഡിയോ ഫുള്ള് ഇങ്ങനെ എടുത്ത് നടക്കുകയാണെങ്കിൽ നമുക്ക് കല്യാണം എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കല്യാണമല്ലേ. അപ്പോൾ അത് ചേട്ടന് തന്നെ അതൊന്നും ആസ്വദിക്കാൻ പറ്റാത്തത് കൊണ്ട് ചേട്ടൻ കുറച്ചൊക്കെ എടുത്ത് പിന്നെ ക്യാമറ ഇതൊക്കെ ഓഫാക്കി ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നിരുന്നു. അതേ ഉള്ളതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ക്ലിപ്പുകളൊക്കെ കുറവ് കേട്ടാ. അപ്പൊ കുറ്റം ഞങ്ങളുടേതല്ല. അതെ, ഞങ്ങൾ മറ്റുള്ളവരുടെ മേൽ പഴിച്ചാരി രക്ഷപ്പെട്ടു. അതെ, അതപ്പോൾ നന്നായേ. ഞാൻ വിചാരിച്ചു കുറ്റം മറ്റുള്ളവരെ പേരിൽ പഴിച്ചാരി ഞങ്ങൾ രക്ഷപ്പെട്ടതല്ല എന്ന് പറയാൻ വരാന്ന്. അത് ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ? അല്ല, വീഡിയോ എടുക്കുമ്പോഴേ പിന്നെ അല്ലെങ്കിൽ ജഗ്ഗുമൊക്കെ ഷൂട്ട് ചെയ്യണം. അവനായാലും അവൻ്റെ ചേട്ടന്മാർ, അതായത് നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരെ പിള്ളേരുടെ കൂടെ അങ്ങനെ അവൻ ഫുള്ള് നമ്മളെന്നെ മൈൻഡ് ചെയ്യണ്ടായിരുന്നില്ല. ആ വീഡിയോയിൽ അവൻ ഉണ്ടാ ഫുള്ള് പിള്ളേരുടെ കൂടെ അവരാ ഗ്യാങ്ങായിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അവന് ക്യാമറ അത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനും അത് താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ അത്ര ആഗ്രഹിച്ചിരിക്കുന്ന കല്യാണമാകുമ്പോൾ നമ്മൾ അതിലിങ്ങനെ മതിമയങ്ങി നടക്കുകയാണല്ലോ. അപ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് തോന്നണില്ല അല്ലേ ആ സമയത്ത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ വെച്ചു. എന്നിട്ട് പിന്നെ റിസപ്ഷൻ്റെ സമയത്ത് കുറച്ച് സമയം നിതിൻ വന്നു. നിതിന് എന്തിട്ട് ആ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളെ കാണുമ്പോൾ ഹാർട്ട് ഇടിക്കുന്നു. അതാണ് അവൻ്റെ പ്രശ്നം. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് ഇടിക്കാറില്ലേ? എന്നിട്ടാണ് റിസപ്ഷൻ. എന്നിട്ട് നിതിൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റേ ക്യാമറ കൊണ്ട് ചേട്ടനും ഷൂട്ട് ചെയ്ത് നടന്നു. അതുകൊണ്ട് വീഡിയോയിൽ ചേട്ടൻ അധികം കാണില്ല. ചേട്ടൻ തന്നെ കുറേ ഷൂട്ട് ചെയ്ത് നടക്കണാറുണ്ട്. വീഡിയോയിൽ ചേട്ടൻ വളരെ കുറവായിരിക്കും. ഇല്ല എന്ന് തന്നെ പറയാം. റിസപ്ഷൻ്റെ വീഡിയോയിൽ പിന്നെയും ഇല്ല അല്ലേ, അതിലും ഇല്ല, കുറവല്ല. ചേട്ടൻ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് നടക്കുകയായിരുന്നു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നിറച്ച ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ ഇവൻ മുങ്ങി, നിതിൻ പോയി. പിന്നെ കാണാനില്ല. ഞാൻ നോക്കിയോ ചേട്ടൻ 2 ഫോണും കേബിൾസ് നടക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ്. പിന്നെന്തിട്ടാ ഒരാൾ കുറ്റം പറഞ്ഞു ഭയങ്കരമായി മനസ്സിനൊരു ആശ്വാസം. അതന്നെ കുറ്റല്ലല്ലോ പറഞ്ഞേ, ഉള്ളതല്ല പറഞ്ഞേ. പൈപ്പ് ശരിക്കും മതിയാ. നിതിൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മിഥുനെ വിളിക്കാനായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അല്ലേ? അല്ലെങ്കിൽ അവനെങ്കിലും വിളിച്ച് നോക്കായിരുന്നു. അവൻ ഉണ്ടോന്ന് അറിയില്ല, ഇവിടെ വല്ല പ്ലെയിൻ പറത്താൻ പോയോന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കാൻ മറന്നുപോയി. അവൻ വല്ല ഈ ബാംഗ്ലൂർ പോയിണ്ടാവും ചിലപ്പോൾ. ചോദിച്ചില്ല, അത് കാര്യം തെറ്റ്. പിന്നെ നമ്മളിത് വേറെ ഒരാളെ ആലോചിച്ചിട്ടുമില്ല. നിതിനാകുമ്പോൾ മര്യാദയ്ക്ക് അത് നന്നായി ഷൂട്ട് ചെയ്ത് നല്ല രസമായിട്ട് എഡിറ്റ് ചെയ്ത് ഒരു സിനിമ പോലെ. നിക്ക് പറയട്ടെ, കുറച്ച് കുറ്റം പറഞ്ഞതല്ലേ, കുറച്ച് നല്ലത് പറയട്ടെ. അപ്പം നല്ല രസമായിട്ട് അത് ചെയ്ത് തരും. നമുക്കത് നല്ല സിനിമ പോലെയൊക്കെ തന്നേനെ. പക്ഷേ മതിയാ പറഞ്ഞത്? അല്ല വേറെ കാര്യമുണ്ട്. അതായത്
ഈ റിസപ്ഷനൊന്നും കണ്ടമാനം നേരം കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വോയിസ് ഓവർ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രസമില്ല. ഒന്നാമത് നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള പരിപാടി ഇല്ലല്ലോ, നമ്മുടെ കയ്യോടെയുള്ള പരിപാടി ഇല്ല. അതെ, ചേട്ടന് വോയിസ് ഓവർ കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യ. ഇപ്പൊ ഭയങ്കര ഒരു ക്രൗഡഡ് ആയിട്ടുള്ള നിറച്ച് വണ്ടികളൊക്കെ ഒരു പോണ സ്ഥലമൊക്കെ ആണെങ്കിൽ ഞാൻ പറയും ചേട്ടനോടേ, ചേട്ടൻ ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി, എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വോയിസ് ഓവർ കൊടുക്കാമെന്ന്. ചേട്ടൻ അത് പറ്റില്ല. ചേട്ടൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ആ സമയത്ത് വരണ വായിൽ വരണ സാധനങ്ങളില്ലേ അത് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം. അത് ഇഷ്ടം ആൾക്ക്. അല്ല, അത് ലൈവായി ഇടിക്കൂട്ടാ, രസമായിരിക്കും. അത് വോയിസ് ഓവറിനേക്കാളും കുറച്ചുകൂടെ രസമായിരിക്കും കാണാനായിട്ട് അങ്ങനത്തെ വീഡിയോ. അല്ല, വോയിസ് ഓവറിൽ നമുക്ക് പ്ലാൻ ചെയ്ത് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. നമുക്ക് നിർത്തി കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ പറഞ്ഞത് തെറ്റിയാലും ഒരു കുഴപ്പമില്ല. റിസപ്ഷനിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അതില് അവിടെ DJ പാർട്ടി വെച്ചപ്പോൾ പാട്ടുകളാണല്ലോ വെക്കുന്നത്. എല്ലാ പാട്ടുകൾക്കും കോപ്പിറൈറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിൽ എങ്ങനെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുമോ? നമ്മളുടെ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ. ആ ഡാൻസിനൊക്കെ അതിൻ്റെ ഒറിജിനൽ പാട്ട് ഇട്ടാൽ മതിയായിരുന്നു. വേറെ ഒരു മ്യൂസിക്കിലാണല്ലോ അത് പോണേ. അത് ഇട്ടാൽ മതിയായിരുന്നു എന്ന് കമൻസ് ഉണ്ട്. പക്ഷെ അത് ഇടാൻ പറ്റില്ല. അതിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആവും. അപ്പോൾ ആ ഭാഗത്തെ മ്യൂസിക് മുഴുവൻ മ്യൂട്ടാവും, സൗണ്ടൊന്നും കേൾക്കില്ല. നമ്മുടെ മ്യൂസിക് ഇടാൻ പറ്റില്ലോ. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത എന്തെങ്കിലും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അത് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തേക്കണം. പക്ഷേ ഷോർട്സിൽ പ്രശ്നമില്ല. അതുകൊണ്ടാണ് അതൊക്കെ കട്ട് ചെയ്ത് ഷോർട്സ് ആക്കിയിട്ട്. എല്ലാം കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയും ഇല്ലേ പാട്ടുകൾ, വീഡിയോ ഡാൻസുകൾ ഇടാൻ? ഇനി ഉണ്ടതുകൊണ്ട് ഇനിണ്ടാ ഞാൻ ആ തക്കാളി കഴുകി ഇത് തിന്നുമ്പോൾ നമുക്ക് പണ്ടത്തെ നാടൻ തക്കാളി നമുക്ക് പണ്ട് കിട്ടിയോടണം. നോക്കിയാ അതൊന്നോ എനിക്കിതുണ്ട്, അത് ചേട്ടൻ തിന്നോ. ഇനി ചേട്ടൻ തിന്നണം എന്ന് പറഞ്ഞിട്ട് പച്ച തക്കാളി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ മേലെപ്പറമ്പിലാണ് വീട്ടിലല്ലോ. പച്ച തക്കാളി വരട്ടെ, പഴുത്ത തക്കാളി വരട്ടെ. നാട്ടിൽ ഒരുവിധം കഴിഞ്ഞു. അവിടെ അല്ലാണ്ട് ചരക്കി അത് കാണിച്ചു കേട്ടോ. നമ്മുടെ ശിവയും അവിടെ നിന്ന് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ശിവയും മഹേഷും അല്ലൻ ചേട്ടൻ്റെ അവിടെ പെയിൻറ്റിങ് തുടരുന്നു. കല്യാണത്തിന് മുന്നേ അവർ കുറച്ച് വീടിൻ്റെ പുറം ഭാഗം മാത്രം ഭംഗിയാക്കി വേഗം സ്പീഡിലാക്കി കൊടുത്തു പോയില്ലേ. ഇപ്പം ഇനി ഉൾഭാഗം പെയിൻറ്റിങ് നടക്കുന്നുണ്ട് അവിടെ. അപ്പം അവിടെ അങ്ങനെ പണി നടക്കുകയാണ്. പാട്ട് പാടണ്ടാ, അവർ റെഡിയാണ്. പാടണ്ടാ, പാടണേ വാ. പാട്ടൊന്നും ഇല്ലേ? ഒരു പാട്ട് പാടിക്കോ. നീന്റെ എന്തെങ്കിലും മതി. ഒരു കാര്യം, ഇപ്പഴത്തെ പാട്ട് വേണ്ട കേട്ടാ. അതെ, മഹേഷിന്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് നമ്മളോട് രണ്ടുപേരോട് കൂടിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഏതാന്നറിയോ? ഓർമ്മയ്ക്കായി നീയൊരു സ്നേഹഗീതം. പാട്ട് അത് നീ പഠിക്കോ? ഞാനില്ല, നീ ഒറ്റ പഠിക്കോ. ഇപ്പൊ പഠിക്കോ? അതെനിക്കറിയില്ല. നിനക്കറിയാം. കൈ നിറയെ പാടിയല്ലോ. കൈ നിറയെ കൈ നിറയെ. ഓക്കെ, പഴയ പാട്ടാണെന്നല്ലേ പറഞ്ഞത്? പഴയ പാട്ടല്ല, അത് പുതിയതല്ലേ. ചേട്ടാ ഉദ്ദേശിച്ചത് മറ്റേതാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമുക്ക് സ്വരം വെച്ച് പിടിക്കായിരുന്നു ക്ലാസിക്കലേ. ഓക്കെ, തുടങ്ങട്ടെ. പാസാനിത പഗമ പമഗരി സഗരി ഗമ പാമഗരി ഗമ പാ ದ ಪ ಸ ನಿ ಸ ಗರಿ ಗರಿ ಸರಿ ರಿ ಸ ನಿ ದ ಗ ಪ ಮ ಗರಿ ಗ ಮ ಪ ಗ ಮ ಪ പാൽക്കടലാം നിന്നിട നെഞ്ചിലാകെ കാൽത്തളയുണരുന്നു, കളകാഞ്ചി ഒഴുകുന്നു. പാൽക്കടലാം നിന്നിട നെഞ്ചിലാകെ കാൽത്തളയുണരുന്നു, കളകാഞ്ചി ഒഴുകുന്നു. രോഹിണി നാളി മനസ്സിൻ്റെ കോണിൽ, രോഹിണി നാളി മനസ്സിൻ്റെ കോണിൽ തുറന്നു വരും നമ്മ, എന്നിൽ തുളസിയണിഞ്ഞമ്മ. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. ഓ അടിപൊളി.
പണിയുടെ ഇടയില് നിന്റെ പാടിന് ഒരു പ്ലാനും ഇല്ലാണ്ട് പാവം അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടാ. ആ സമയത്താണ് നമ്മൾ പിടിച്ചു നിർത്തി പാടിപ്പിച്ചേ. ഇനി നമുക്ക് കാണില്ല ഞാൻ ചെറിയ നമുക്ക് ഡ്യൂറ്റി പാടാട്ടാ. ആ നമ്മുടെ ഡ്യൂറ്റിന് ഭയങ്കര പേരായി. ഡ്യൂറ്റി ഞങ്ങൾ അടുത്ത് പാടാം. പണിക്ക് കഴിയാൻ ഡ്യൂറ്റ് പാടുമ്പോ ശരിയാവില്ലടാ, പിച്ച് ശരിയാവണില്ല. രണ്ടുപേര് രണ്ട് പിച്ചിലാ പോണേ, രണ്ടുപേര് രണ്ട് വഴിക്കാ പോണേ പാട്ട്. അപ്പൊ അവര് ഭക്ഷണം കഴിച്ചോട്ടെ, നമുക്ക് പോവാം. നമുക്ക് ഇനി ചരക്കേര അടക്കി പോവാം. ഇതല്ല ചേട്ടൻ മണിത്തക്കാളി. ആ കണ്ടാ ഇതിനുണ്ട ഒരു വാട്ടമില്ല കണ്ട. ഇവിടെ വെയിലുണ്ട് ട്ടാ. ഇവിടെ നല്ല വെയിലുണ്ട്, ഒരു വാട്ടമില്ല. അയ്യോ വാടണ്ട. അല്ല അയ്യോ ഞാൻ അങ്ങനെയായിട്ട് പറഞ്ഞിട്ടില്ല, ദുരുദ്ദേശമല്ല, നമ്മള് സന്തോഷം കൊണ്ട് പറഞ്ഞാണ്. ഇതുമെന്ന് ഇല പൊട്ടിച്ചിട്ടല്ലേ ചേട്ടൻ വാട്ടിയത്, തോരൻ വെച്ചത് അല്ലേ? ഇതിനൊക്കെ നല്ല നല്ല വലിപ്പുള്ള ഇലകളുണ്ട്, നമ്മുടെ അത്ര വലിപ്പുള്ള ഇലകളല്ല. ആ ചരക്കര ഇറക്കിയോ, ചരക്കമായ ഈ ചരക്കാനതേ മാവുമ്പലിക്ക് കയറ്റി വിട്ടു. മാവുമ്പലിക്ക് കയറ്റി പോണത് കമ്പിൽ പോവാട്ടാ, ഉണ്ടായി തുടങ്ങി. ഇതേ ചരക്ക കണ്ട, ഇതിന് ഒരു കോഞ്ഞാട്ടാര് ഇത് എടുത്ത് വെച്ച് നോക്കാം. വേറെ ഉണ്ടായിരുന്നു ചരക്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരെ പറഞ്ഞ് ചരക്കും ചെമ്മീനും വയ്ക്കാന്ന് പറഞ്ഞ സരിത അല്ല എന്നോട്? അളിയനല്ലേ, അളിയന് ചരക്ക കാണുമ്പോ കൊതിയാവണൂന്ന്. പക്ഷെ ചരക്കും ചെമ്മീനും വെക്കാൻ, ചരക്കും ചെമ്മീൻ എന്തോരം വയ്ക്കാൻ പറ്റും? അയ്യോ കേടുണ്ടാ, കുത്ത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. നിലത്ത് കിടക്കണേനാണോ ഇത് കേടാവണേ? തൂങ്ങി കിടക്കണേനാവുമ്പോ കുഴപ്പമുണ്ടാവില്ല. കേട്ടില്ല. ഇപ്പം മൊത്തത്തിൽ ഇനിയും സാധനങ്ങൾ പൊട്ടിക്കാണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് വരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് തരുമായിരുന്നു ഞങ്ങൾ. അതെ, കാരണം വെച്ചാൽ ഞങ്ങൾക്ക് തിന്നാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിരുന്നു. വിഷമില്ലാത്ത നമ്മൾ മണ്ണിൽ കളച്ച് വിളയിച്ചുണ്ടാക്കിയ പച്ചക്കറികൾ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും നിർത്താം. നമുക്ക് ഞാൻ പോയിട്ട് ആ മൂർഖൻ്റെ ഓട്ടടയ്ക്കട്ടെ.